തിരുവിതാംകൂർ ചരിത്രത്തിൽ ലെജൻഡുകളായി നിൽക്കുന്ന രണ്ട് ഭരണാധികാരികളുണ്ട്. ഒന്ന് ഉമയമ്മ റാണി ഭരണം കൈയാളുന്നതും ഉമയമ്മ റാണിക്ക് 5 മക്കളുണ്ടായിരുന്നതും ആ 5 മക്കളെയും 8 വീട്ടിപ്പിള്ളമാർ കുളത്തിൽ മുക്കി കൊല്ലുന്നതുമായ കഥ. അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല. അത് പിന്നീട് ഒരിക്കലേക്ക് നമുക്ക് മാറ്റിവെക്കാം. രണ്ടാമത്തെ ലെജൻഡ് എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ കയറുന്നതിന് എതിരെ 8 വീട്ടിപ്പിള്ളമാരും 8 യോഗക്കാരും മറ്റു പിള്ളമാരും ഒക്കെ അദ്ദേഹത്തിനെതിരെ ദ്രോഹം പ്രവർത്തിച്ചു എന്നും അദ്ദേഹത്തെ അധികാരത്തിൽ എത്തുന്നതിനെതിരെ പ്രവർത്തിച്ചു എന്നുമൊക്കെ ഉള്ള കഥകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷെ ഇതൊക്കെ ഐതിഹ്യങ്ങളായും കഥകളായും ഒക്കെ പ്രചരിക്കുമ്പോൾ ഇതിന്റെ സത്യം എന്താണ് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട, അതായത് വില്ലന്മാരായി എല്ലാ കാലത്തും ചിത്രീകരിക്കപ്പെട്ട 8 വീട്ടിൽ പിള്ളമാർ, അതുപോലെ തന്നെ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുകയും മരുമക്കത്തായത്തിനെ ഒഴിവാക്കി മക്കത്തായം നടപ്പിലാക്കുന്നതിന് തമ്പിമാരോടൊപ്പം പോരാടിയ 8 വീട്ടിപ്പിള്ളമാരുടെ വീരകഥകളും മറുഭാഗത്തും. അങ്ങനെ 8 വീട്ടിപ്പിള്ളമാരെ കുറിച്ച് തന്നെ 2 അഭിപ്രായമുണ്ട്. അത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിന്റെ ചരിത്രാംശത്തിലേക്ക് കടക്കുന്നത്. ഇവിടെ നമുക്ക് 8 വീട്ടിപ്പിള്ളമാർ എന്ന് പറയുന്ന തിരുവിതാംകൂറിലെ ഭരണകർത്താക്കളിൽ, അതായത് പ്രാദേശിക ഭരണകർത്താക്കളിൽ പ്രധാനികളാണ് 8 വീട്ടിപ്പിള്ളമാർ എന്നാണ് വയ്പ്. ഈ 8 വീട്ടിപ്പിള്ളമാർ ആരൊക്കെയാണ്? നമ്മൾ പാരമ്പര്യമായി അറിഞ്ഞു വരുന്ന 8 വീട്ടിപ്പിള്ളമാർ ഇവരൊക്കെയാണ്. ആരൊക്കെയാണ്? മാർത്താണ്ഡാലയ രാമനാമഠം കുളത്തൂരും കഴക്കൂട്ടവും വെങ്ങാനൂരഥ ചെമ്പഴന്തി കൊടുമൺ പള്ളിച്ചൽ എന്നിങ്ങനെ 8 പേർ. അപ്പൊ ഈ 8 വീട്ടിൽ പിള്ളമാർ ആണ് നമ്മുടെ പാരമ്പര്യമായി നമ്മൾ അറിഞ്ഞു വരുന്നത്. ഇത് ശരിയോ? ഇവിടെ നമുക്ക് വരുന്നൊരു പ്രശ്നം, രാമനാമഠത്തിൽ പിള്ളയാണ് ഒരു പിള്ള. ഈ രാമനാമഠം നമ്മുടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശമുള്ള പത്മതീർത്ഥത്തിന്റെ പടിഞ്ഞാറേക്കരയിലുള്ള ഒരു കെട്ടിടമാണ്. അവിടെ ചെല്ലുമ്പോൾ അറിയാം അതിന്റെ പേര് രാമനാമഠമല്ല, രാമവർമ്മൻ തിരുമഠം എന്ന്. അപ്പൊ ഇവിടെ ഈ 8 വീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ നായർ മാടമ്പിമാരാണ്. ഈ രാമവർമ്മൻ തിരുമഠം എന്ന് പറയുന്നത് രാമവർമ്മയുടെ മഠമെന്നാണ്. നായർ സമുദായത്തിലെ ആളുകൾക്ക് വർമ്മ എന്ന് പേരിടുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതിലാരും തന്നെ പിള്ളമാരുടെ പേരില്ല. മാർത്താണ്ഡമഠത്തെ പിള്ള, രാമനാമഠത്തെ പിള്ള, കഴക്കൂട്ടത്തെ പിള്ള, വെങ്ങാനൂർ പിള്ള, സ്ഥലപ്പേരിൽ മാത്രമേ. എന്തുകൊണ്ട് അവർക്ക് പേര് പറയുന്നില്ല, പേരില്ലാതെ പോയി എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഈ 8 പിള്ളമാർ മാത്രമേ ഉള്ളൂ? നമുക്കറിയാം തിരുവിതാംകൂറിന്റെ തെക്ക് വടക്ക് നമുക്ക് സഞ്ചരിക്കുമ്പോൾ നിരവധി ദേശങ്ങളിൽ, മിക്കവാറും എല്ലാ ദേശങ്ങളിലും പിള്ള വീടുകളും പിള്ളമാരുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന വ്യക്തികളെയും സമൂഹത്തിനെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ 8 വീട്ടിൽ പിള്ളമാർക്ക് ഇത്രയധികം കുടുംബങ്ങൾ നാഞ്ചനാട് മുതൽ നമുക്ക് ചേർത്തല വരെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുഴഞ്ഞു മറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ തിരുവിതാംകൂറിന്റെ കൃത്യമായ ചരിത്രം നമുക്ക് ഖനനം ചെയ്തെടുക്കാവുന്ന പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് മതിലകം രേഖകളാണ്. മതിലകം എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വെളിപ്പേരാണ് മതിലകം. അപ്പോ ക്ഷേത്ര കേന്ദ്രീകൃതമായി ഉയർന്നു വന്ന തിരുവനന്തപുരം പട്ടണം കേന്ദ്രീകരിച്ച് നടത്തിയ ഭരണത്തിന്റെ വരവ് ചെലവ് കണക്കുകളും പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ രേഖപ്പെടുത്തലുമാണ് മതിലകൻ രേഖകളിലുള്ളത്. മതിലകൻ രേഖകളിൽ അതിനകത്ത് 35 ലക്ഷം ഓലകളാണുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല ശേഖരമുള്ളത് നമ്മുടെ മതിലകൻ രേഖകളിലാണ്. 35 ലക്ഷം. ഒരു ആയുസ് കൊണ്ട് മുഴുവൻ പരിശോധിച്ച് കഴിയില്ല. അപ്പോൾ ഈ രേഖകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മറ്റു ചിലത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് രാജ്യകാര്യ ചുരുണ എന്ന് പറയുന്നവരുണ്ട്. 904 മുതൽ 930 വരെ ഉള്ള രാജ്യകാര്യ ചുരുണയിലാണ് യഥാർത്ഥ 8 വീട്ടിൽ പിള്ളമാരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. അപ്പൊ 8 വീട്ടിൽ പിള്ളമാരെ കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് മാർത്താണ്ഡവർമ്മയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് കൂടി അറിയണം.
1729 മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനായ ബാലരാമവർമ്മ അന്തരിക്കുന്നു. ഈ ബാലരാമവർമ്മ അന്തരിച്ചതിന് ശേഷം ആണ് മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തുന്നത്. അദ്ദേഹം ആ അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിനെ ചെറുത്ത ആളുകളിൽ ഒരു വിഭാഗമാണ് എട്ടര യോഗവും എട്ടുവീട്ടിൽ പിള്ളമാർ. എട്ടര യോഗം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പാരമ്പര്യ ട്രസ്റ്റുകളാണ്, ഭരണകർത്താക്കളാണ്. അവരെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരിക്കൽ ചെയ്യാം. ഇവിടെ നമുക്ക് എട്ടുവീട്ടിപ്പിള്ളമാരാണ് പ്രധാന പ്രശ്നം. അപ്പൊ ഈ എട്ടുവീട്ടിപ്പിള്ളമാരാണ് മാർത്താണ്ഡവർമ്മയെ ചെറുത്തത്, അധികാരത്തിലേറുന്നതിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തിയത് എന്നാണ്. ഇവിടെ ഈ 904 മുതൽ 930 വരെയുള്ള രാജകാര്യ ചൂർണം എന്ന് പറഞ്ഞാൽ 1729 മുതൽ 1754 വരെയുള്ള രാജ്യകാര്യ ചുരണയാണ്. രാജ്യകാര്യ ചുരണ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് നടത്തുന്ന സംഭവങ്ങളെ സംക്ഷിപ്തമായി എഴുതിയിട്ടുള്ളതാണ് രാജ്യകാര്യ ചുരണ. അതിനകത്ത് എട്ടുവീട്ടിപ്പിള്ളമാരെ അടയാളപ്പെടുത്തുന്നുണ്ട്. ആ എട്ടുവീട്ടിപ്പിള്ളമാർ ഇതാണ്. ഒന്ന്, പണയറ ശങ്കരൻ പണ്ടാരത്ത് കുറുപ്പ്. രണ്ടാമത്തത് മേൽപ്പടിയിൽ മകിഴഞ്ചേരി ഇരവിക്കുട്ടിപ്പിള്ള. മൂന്നാമത്തേത് തെക്കേ വീട്ടിൽ ഈച്ചമ്പിക്കുറുപ്പ്. നാലാമത്തേത് വടക്കേ വീട്ടിൽ ഈച്ചമ്പിക്കുറുപ്പ്. 5, മുണ്ടയ്ക്കൽ കാമച്ചോട്ടിപ്പിള്ള. മകിഴഞ്ചേരി ഇരവിക്കുട്ടിപ്പിള്ള. തെക്കേ വീട്ടിൽ ചെറുവള്ളി നമ്പുകാളിപ്പിള്ള. വലിയ പിള്ള കുഞ്ചിരയിമ്മൻ പിള്ള. അങ്ങനെ 4 പിള്ളമാരും 4 കുറുപ്പന്മാരുമാണ് കഴിവിലേറ്റപ്പെടുന്നത്. ഈ 8 പേർ മാത്രമല്ല, മറ്റു പിള്ളമാരടക്കം 82 പിള്ളമാരെയാണ് നാഗർകോവിലെ മേക്കേ മണ്ഡപത്തിൽ വെച്ച് കഴിവേറ്റുന്നത്. അപ്പൊ ഈ 8 വീട്ടിപ്പിള്ളമാർ എവിടത്തുകാരാണ്, എവിടെയുള്ളവരാണ് എന്നുകൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത് 2 കുടുംബത്തിൽപ്പെട്ടവരാണ്. ഒന്ന് മുണ്ടയ്ക്കൽ കുടുംബവും മറ്റേത് പനയറ കുടുംബവും. ഈ മുണ്ടയ്ക്കൽ കുടുംബവും പനയറ കുടുംബവും ഇന്ന് ചിറയൻകീഴ് താലൂക്കിലും വർക്കല താലൂക്കിലും നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ പിന്മുറക്കാര് മുണ്ടയ്ക്കൽ കുടുംബം ഇന്നുമുണ്ട്, അതിന്റെ കൈവഴിക്കാർ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെയാണ് പനയറ കുടുംബത്തിന്റെ കൈവഴിക്കാരും പിന്മുറക്കാരെയും നമുക്ക് അവിടെ കാണാൻ പറ്റും. മറിച്ച് നേരത്തെ നമ്മളിവിടെ പറഞ്ഞ മാർത്താണ്ഡാലയ രാമനാവട കുളത്തൂര് അതിൻ്റെയൊക്കെ അവകാശം പെടുന്നു എന്നുള്ളതല്ലാതെ അതിന് തെളിവുകളോ രേഖകളോ മറ്റ് ഒന്നുമില്ല. എങ്ങനെയാണ് ഈ നേരത്തെ പറഞ്ഞ മാർത്താണ്ഡാലയവും രാമനാമടവും കുളത്തൂരും കഴക്കൂട്ടവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നത് എന്നുകൂടി പറഞ്ഞാൽ മാത്രമേ ചരിത്രം പൂർത്തിയാവൂ. മാർത്താണ്ഡവർമ്മ മരിച്ചതിന് ശേഷം അധികാരത്തിലെത്തുന്നത് അദ്ദേഹത്തിന്റെ അനന്തരവനായ രാമവർമ്മയാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കിഴവൻ രാജ എന്നും പറയാറുണ്ട്. കാരണം അദ്ദേഹം വളരെ പ്രായം ചെന്നതിന് ശേഷമാണ് മരിച്ചത്. 40 കൊല്ലം അദ്ദേഹം ഭരണം നടത്തി. കിഴവൻ രാജ എന്നുകൂടി അദ്ദേഹത്തിന് പേരുണ്ട്. കാർത്തിക തിരുനാൾ എന്ന് ചുരുക്ക പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു കഥകളി ഭ്രാന്തനായി. അദ്ദേഹം അമ്മാവന്റെ പേരിൽ ഒരു കഥകളി എഴുതുന്നതിന് വേണ്ടി കൊട്ടാരത്തെ സാഹിത്യകാരന്മാരെ വിളിച്ചിരുത്തി പറഞ്ഞു. അങ്ങനെ അവർ എഴുതിയ 2 കാവ്യങ്ങളുണ്ട്. ഒന്ന് വീരമാർത്താണ്ഡ ചരിതം എന്നാണ് ആ കഥകളിയുടെ പേര്. വീരമാർത്താണ്ഡ ചരിതം. ആ കഥകളി 10 ദിവസം കൊണ്ട് ആടിത്തീർക്കേണ്ട വീരമാർത്താണ്ഡ ചരിതം. രണ്ടാമത് ഒരു കിളിപ്പാട്ടാണ്. അതിൻ്റെ പേര് മാർത്താണ്ഡ മാഹാത്മ്യം കിളിപ്പാട്ട്. മാർത്താണ്ഡ മാഹാത്മ്യം കിളിപ്പാട്ട്. അപ്പൊ ഈ കിളിപ്പാട്ട് കാവ്യവും ഈ 10 ദിവസത്തെ കഥകളിക്കും വേണ്ടി കൃത്രിമമായി എഴുതിയുണ്ടാക്കിയ ഈ പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ എഴുതിയ CV രാമൻപിള്ള ഈ എട്ടുവീട്ടിപ്പിള്ളമാരെ എടുക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ 2 സർഗാത്മക കാവ്യങ്ങളിൽ നിന്ന് CV രാമൻപിള്ള സ്വീകരിച്ച കഥാപാത്രങ്ങളാണ് ഈ മാർത്താണ്ഡാലയ രാമനാമഠ കുളത്തൂരും കളക്കൂട്ടവും എന്ന് പറയുന്ന പിള്ളമാരുടെ കഥ. CV രാമൻപിള്ളയുടെ ഭാഷാ നൈപുണ്യം കൊണ്ട് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടത് ഇന്നും വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നോവലാണ്. പക്ഷെ ഇതിനെ നോവൽ എന്നുള്ള നിലയ്ക്ക് കാണാതെ ഇതിനെ ഒരു ചരിത്ര പുസ്തകമായി കണ്ടതാണ്
നമ്മുടെ ചരിത്രകാരന്മാർക്കും ചരിത്ര പഠിതാക്കൾക്കും പിൽക്കാലത്ത് ചരിത്രം അന്വേഷിച്ചു പോയവരെയും വഴിതെറ്റിച്ചു. അപ്പൊ ഇതൊരു നോവലാണ്. സർഗാത്മകമായ വളരെ സുന്ദരമായ സൗന്ദര്യമുള്ള ഒരു നോവലിനെ ചരിത്രകാവ്യമായി അല്ലെങ്കിൽ ചരിത്ര പുസ്തകമായി കണ്ടതാണ് എട്ടുവീട്ടി പിള്ളമാരെ നമ്മൾ ആളുമാരി ഈ ചിന്തിക്കുന്നതിനും പറയുന്നതിനും കാരണമായത്. ഇനി ഈ മാർത്താണ്ഡവർമ്മ ഈ എട്ടുവീട്ടി പിള്ളമാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നറിയുന്നതിന് മുമ്പ് ഈ എട്ടുവീട്ടി പിള്ളമാർ എങ്ങനെയാണ് ഈ നമ്മുടെ ചിറയിൻകീഴ് വർക്കല ഭാഗത്ത് മാത്രമായി ഒതുങ്ങിക്കൂടിയത്, അല്ലെങ്കിൽ അവിടെ മാത്രമായി ഇവരുടെ ഈ രണ്ട് കുടുംബങ്ങൾ അറിയപ്പെടുന്നതിന് കാരണമെന്ത് എന്നുകൂടി പറയേണ്ടതുണ്ട്. മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തിരുവിതാംകൂർ എന്ന് പറയുന്ന പല നാട്ടുരാജ്യങ്ങളായിരുന്നു. ഒന്ന് നമ്മുടെ തൃപ്പാപ്പൂർ എന്ന് പറയുന്ന തിരുവനന്തപുരം, ദേശിങ്കനാട് എന്ന് പറയുന്ന കൊല്ലം, ഇളയിടം എന്ന് പറയുന്ന കൊട്ടാരക്കര, പേരകം എന്ന് പറയുന്ന നെടുമങ്ങാട്. ഈ കൂട്ടത്തിൽ വരുന്ന ഒരെണ്ണമാണ് ആറ്റിങ്ങൽ ദേശവടി. ഇന്നത്തെ ചിറയിൻകീഴ് താലൂക്കും ഇന്നത്തെ വർക്കല താലൂക്കും അടങ്ങുന്ന ഏതാണ്ട് 10-15,000 ഏക്കറോളം വലിപ്പമുള്ള പ്രദേശം ആറ്റിങ്ങൽ റാണിമാരുടെ നിത്യനിദാന ചെലവുകൾക്കായി വിട്ടിരുന്നു. ഈ ആറ്റിങ്ങൽ റാണിമാർ പ്രസവിച്ചുണ്ടാകുന്ന ആൺകുട്ടികളാണ് നേരത്തെ പറഞ്ഞ തൃപ്പാപ്പൂരും പേരകവും ദേശിങ്കനാടും ഇളയിടവും ഒക്കെ ഭരിക്കുന്നത്. അപ്പൊ ഈ റാണിമാരുടെ സ്വന്തം ചെലവിന് വേണ്ടി വിട്ടിരുന്ന ഈ 15,000 ഏക്കറിലെ അടകുടിക്കാരെ അല്ലെങ്കിൽ അവിടുത്തെ താമസക്കാരിൽ നിന്ന് കരം പിരിക്കുന്നതിനും അവിടെ ക്രമസമാധാനം പാലിക്കുന്നതിനുമായി ചുമതലപ്പെട്ട ആളുകളാണ് 8 പേർ. 4 കുറുപ്പന്മാരും പനേറ കുടുംബത്തിലെ 4 കുറുപ്പന്മാരും ഈ മുണ്ടയ്ക്കൽ കുടുംബത്തിലെ 4 പിള്ളമാർ. അപ്പോൾ മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യം കീഴടക്കിയത് സ്വന്തമായി പട്ടാളവും പരിവട്ടവും ഒന്നുമില്ലാത്ത ആറ്റിങ്ങലിനെയാണ്. അപ്പൊ ആറ്റിങ്ങൽ ഈ തിരുവിതാംകൂറിനോട് തൃപ്പാപ്പൂരിനോട് ചേരുമ്പോൾ റാണിക്ക്, അമ്മ മഹാറാണിക്ക് ഒന്നും സംഭവിക്കാനില്ല. അവരുടെ അധികാരം അമ്മ മഹാറാണി എന്നുള്ള നിലയ്ക്ക് നിലനിൽക്കും. പക്ഷേ അവരുടെ അധികാരവും അവരുടെ പദവിയും എല്ലാം നഷ്ടപ്പെടുന്നത് ഈ 4 കുറുപ്പന്മാർക്കും 4 പിള്ളമാർക്കുമാണ്. രാജ്യമില്ലെങ്കിൽ പിന്നെ പിള്ളമാർക്ക് എന്ത് പ്രസക്തി? അതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ കലാപമുയർത്തുകയും മാർത്താണ്ഡവർമ്മയുടെ ശത്രുക്കളായ ദേശിങ്കനാടുമായി ചേർന്ന് മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നതുമാണ് അവർക്കെതിരെ വന്ന ആരോപണം. അങ്ങനെയാണ് ഇവരെ പിടിച്ചുകെട്ടി മേക്കയ മണ്ഡപത്തിൽ, നാഗർകോവിലിലെ മേക്കയ മണ്ഡപത്തിൽ കൊണ്ടുവന്ന് കഴിവേറ്റുന്നത്. അതിനെ സംബന്ധിച്ച് ഉള്ള മതിലകം രേഖ ഇങ്ങനെയാണ്. എല്ലാ പേരെയും പിടിച്ചു കൊണ്ടുവന്ന് മേപ്പെട്ട ദ്രോഹങ്ങൾ ചെയ്ത പ്രകാരത്തിന് 912 ആണ്ട് ശിക്ഷയും കഴിച്ച് ആ വകയിലുള്ള പെണ്ണും പിള്ള ഒക്കെയും തുറപ്പുറത്തും കോട്ടപ്പടിയിലും കയ്യാളിക്കുകയും ചെയ്തു എന്നാണ്. കയ്യാളിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ വിറ്റു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അവിടുത്തെ പെണ്ണും പിള്ളയൊക്കെയും സ്ത്രീകളെ മുഴുവൻ തുറപ്പുറത്തും കോട്ടപ്പടിയിലും, തുറപ്പുറത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ മുക്കുവർക്ക് കൈമാറ്റം ചെയ്തു എന്നാണ്. കോട്ടപ്പടിക്ക് പുറത്താക്കി എന്ന് പറഞ്ഞാൽ കോട്ടയ്ക്ക് വെളിയിലാക്കി. അതായത് ആ രാജ്യത്തിന്റെ ചുറ്റളവോ അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ ചുറ്റളവോ വരുന്ന കോട്ടയ്ക്ക് പുറന്തള്ളി എന്നാണ്. നടതള്ളി എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഭാഷ്യമാണ് കോട്ടപ്പടിക്ക് പുറത്താക്കുക എന്നുള്ളത്. ഇതിനകത്ത് 2 വൃദ്ധന്മാരെ, 60 വയസ്സ് കഴിഞ്ഞ 2 കുടുംബത്തിലെയും 2 വൃദ്ധന്മാരെ മാത്രമാണ് കൊല്ലാതെ വിട്ടത്. ഈ 2 പേരെയും ഒഴിവാക്കി ബാക്കി കുട്ടികളെയും സ്ത്രീകളെയും മുഴുവൻ തുറപ്പുറത്തും കയ്യാളിക്കുകയും അഥവാ വിറ്റ് പോവുകയും ബാക്കിയുള്ള പുരുഷന്മാരെ, രക്ത ഓട്ടമുള്ള യുവാക്കളായ ചെറുപ്പക്കാരെയും മധ്യവയസ്കരെയും മുഴുവൻ കഴിവേറ്റുകയും ചെയ്തു എന്നാണ് ചരിത്ര രേഖകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി ഈ 8 വീട്ടിൽ പിള്ളമാർക്ക് സ്മാരകങ്ങളുണ്ടോ? ഒരു ചോദ്യമാണ്. സ്വാഭാവികമായും ഇത്രയും മാർത്താണ്ഡവർമ്മ ഇത്രയും നികൃഷ്ടമായി കൊന്നു കുഴിച്ചു മൂടിയ ഈ 8 വീട്ടിൽ പിള്ളമാർക്ക് സ്മാരകങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നൊരു ചോദ്യം ഉയരാം. ഉണ്ട് എന്നാണ് അതിൻ്റെ ഉത്തരം. അതായത് ഈ 912 ആണ്ട് എന്ന് പറയുന്നത് 1737
1737 നാഗർകോവിൽ വെച്ച് കഴിവേറ്റപ്പെട്ട 8 വീട്ടിപ്പിള്ളമാരുടെ അതിനുശേഷം മാർത്താണ്ഡവർമ്മയ്ക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു? ഒരുപക്ഷെ ചെയ്ത കുറ്റബോധം കൊണ്ടാവാം, അതല്ലെങ്കിൽ മറ്റാരോഗ്യ കാരണങ്ങളാവാം. എന്തായാലും അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു. പൂർണ്ണമായും ഒരു അന്ധവിശ്വാസിയായ മാർത്താണ്ഡവർമ്മ നേരെ മന്ത്രവാദികളെ വിളിച്ച്, ആദ്യം ജോത്സ്യനെ വിളിച്ചു. ജോത്സ്യൻ വന്ന് കവടി നിരത്തി പറഞ്ഞത്, 8 വീട്ടിപ്പിള്ളമാരുടെ ആത്മാക്കൾ അഗതികളായി അലഞ്ഞു തിരിയുകയാണ്, ആത്മാക്കളെ തളയ്ക്കണം, എങ്കിൽ മാത്രമേ മാർത്താണ്ഡവർമ്മയ്ക്ക് ഉറക്കം സുഖമാകൂ എന്നാണ് കവടി നിരത്തി കണ്ടത്. അതിനനുസരിച്ച് മന്ത്രവാദികളെ വരുത്തി ഈ 8 ആത്മാക്കളെയും 8 കുടങ്ങളിൽ ആവാഹിച്ച് കുഴിത്തുറ ഭദ്രകാളി ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു. എന്നിട്ടും മാർത്താണ്ഡവർമ്മയുടെ ഉറക്കം തിരിച്ചു വന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വീണ്ടും വഷളായിക്കൊണ്ടിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് തെക്കും കൂറും വടക്കും കൂറും മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിനോട് ചേർക്കുന്നത്. അങ്ങനെ കുമാരമംഗലത്ത് ഭദ്രകാളി സേവകരായ കുമാരമംഗലത്ത് നമ്പൂതിരിമാരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തുകയും മാർത്താണ്ഡവർമ്മ അനുഭവിച്ച ദുരിതങ്ങൾ മുഴുവൻ നിരത്തി വയ്ക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം കുഴിത്തുറ ചാമുണ്ഡി ക്ഷേത്രത്തിൻ്റെ നടയിൽ സ്ഥാപിച്ചിരുന്ന 8 കുടങ്ങളും, അതായത് 8 വീട്ടിൽ പിള്ളമാരുടെ 8 ആത്മാക്കളെ ആവാഹിച്ചടച്ച 8 കുടങ്ങളും അവിടെ നിന്ന് എടുക്കുകയും 7-6 കടത്തി നേരെ ചങ്ങനാശ്ശേരിയിലെ പുഴവാതിനടുത്തുള്ള വേട്ടടിക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. വേട്ടടിക്കാവ് ക്ഷേത്രത്തിൽ ഇപ്പോൾ ചെന്നാലും ഈ 8 കുടങ്ങളെ 8 അറകളിലായി സ്ഥാപിച്ചിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് വേട്ടടിക്കാവ് ക്ഷേത്രം. ഈ കുമാരമംഗലത്ത് നമ്പൂതിരിമാർക്ക് ഇതിന് പ്രതിഫലമായി തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചില പ്രത്യേക അവകാശങ്ങൾ നൽകിയതിന് പുറമെ അവർക്ക് കൊട്ടാരത്തിൽ നിന്നൊരു പെൻഷനും അനുവദിച്ചു. 1970 കേരള നിയമസഭയിലെ MLA ആയിരുന്ന നീലകണ്ഠൻ നമ്പൂതിരി തിരുവനന്തപുരത്ത് വന്ന് ഈ പെൻഷൻ വാങ്ങിയതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പഴയ ഒരു ആചാരം എന്നുള്ള നിലയിൽ, ഒരു ചരിത്രത്തിൻ്റെ ഭാഗമെന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ സസന്തോഷം അത് സ്വീകരിച്ചതായി അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ചങ്ങനാശ്ശേരി കഴിഞ്ഞ് വടക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ ക്ഷേത്രത്തിൽ പോകാറില്ലെന്ന് മാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്തുള്ള റോഡിലൂടെ പോകുമ്പോൾ ഒരു തുണിയുടെ മറ ഇട്ട് ആ ക്ഷേത്രം കാണാതെയും ക്ഷേത്രത്തിൻ്റെ കാഴ്ച അവർക്ക് ലഭ്യമാകാതെയും ഒരു മറയിട്ടാണ് ഇന്നും യാത്ര ചെയ്യുന്നത്. വേട്ടടിക്കാവിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ ഇന്നും കാലുകുത്താറില്ലെന്ന് മാത്രമല്ല, ആ കാഴ്ച പോലും മറച്ചുകൊണ്ടാണ് അവർ ഇന്നും യാത്ര ചെയ്യുന്നത്. അങ്ങനെ 8 വീട്ടിൽ പിള്ളമാർ ദുഷ്ടന്മാരെന്നും അതിനപ്പുറം ജനാധിപത്യവാദികളെന്നുമൊക്കെ വിരുദ്ധ അഭിപ്രായങ്ങളാൽ നമ്മൾ പരാമർശിക്കപ്പെടുന്ന ഈ 8 വീട്ടിൽ പിള്ളമാരുടെ ഒരു സ്മാരകം ഇന്നും തിരുവിതാംകൂറിൽ, പഴയ തിരുവിതാംകൂറിൽ, അതായത് ആധുനിക കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതും ഒരു ചരിത്ര വിസ്മയമായി അവശേഷിക്കുന്നു. നന്ദി.